വെൽക്കം ടു അനൂസ് കിച്ചൺ. ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് ഒരു ഫ്രൈഡ് ചിക്കൻ ആണ്. ഇത് നമുക്കൊരു KFC സ്റ്റൈൽ ചിക്കൻ എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ നമ്മൾ വീട്ടിൽ സാധാരണ കിട്ടുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ചിട്ട് തന്നെയാണ് ഇത് ചെയ്യുന്നത്. ഒരു സാധനം മാത്രമേ നമ്മൾ കൂടുതൽ ചേർക്കുന്നുള്ളൂ, അത് ഇറ്റാലിയൻ സീസണിങ് ആണ്. അതിപ്പോൾ പക്ഷേ നമുക്ക് എല്ലാ സൂപ്പർ മാർക്കറ്റുകളിലും മേടിക്കാൻ കിട്ടും. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റും. പിന്നെ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് ഇഷ്ടമായാൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ആദ്യം നമുക്ക് ഈ ഫ്രൈഡ് ചിക്കന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ ഒരു 6 പീസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ ആദ്യം നന്നായിട്ട് ക്ലീൻ ചെയ്യുക. അതിനുശേഷം വലിയ പീസസ് ആയിട്ട് കട്ട് ചെയ്ത് വെക്കാം. നിങ്ങൾക്ക് ചിക്കൻ്റെ ഏത് പാർട്ട് വേണേലും എടുക്കാം. ഒരു ഫുൾ ചിക്കൻ വലുതായിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി. ഞാനിപ്പോൾ ചിക്കൻ്റെ ക്വാർട്ടേഴ്സാണ് വാങ്ങിയത്, അതായത് തൈസും ഡ്രം സ്റ്റിങ്സും കൂടി ചേർന്ന ഭാഗം. എന്നിട്ട് അതിനെ ഓരോന്നിനെ 2ആയിട്ട് കട്ട് ചെയ്ത് വെച്ചു. പിന്നെ വേണ്ടത് 2 മുട്ട, പിന്നെ 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് വേണം, 1/4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ കടുക് പൊടിച്ചതും വേണം. ഇത് നമ്മുടെ സാധാരണ കടുക് ഞാൻ പൊടിച്ചെടുത്തതാണ്. അപ്പോൾ 1/4 ടീസ്പൂൺ കടുകായിട്ട് എടുത്തിട്ട് പൊടിച്ചെടുക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ നന്നായിട്ട് ഇടിച്ചാണ് എടുത്തിരിക്കുന്നത്. നമ്മുടെ ഇടികല്ലിൽ വെച്ചിട്ട് നല്ലോണം ഇടിക്കുമ്പോൾ ഇങ്ങനെ പൊടിഞ്ഞു കിട്ടും. ഇതിൻ്റെ ശരിക്കുള്ള റെസിപ്പിയിൽ യെല്ലോ മസ്റ്റാർഡ് പൗഡറാണ് ഉപയോഗിക്കുന്നത്. പക്ഷെ നമ്മൾ സാധാരണ അത് ഉപയോഗിക്കാറില്ലല്ലോ, മഞ്ഞ കടുക് നമ്മൾ യൂസ് ചെയ്യില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ നമ്മുടെ സാധാരണ കടുക് എടുത്തിട്ടൊന്ന് പൊടിച്ചെടുത്തതാണ്. അതിൻ്റെ കൂടെ ഞാനൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്തു. അപ്പോൾ രണ്ടും കൂടി മിക്സ് ചെയ്തെടുക്കുമ്പോൾ നമ്മുടെ ഈ യെല്ലോ മസ്റ്റാർഡ് പൗഡറിൻ്റെ ആ ഒരു ഫ്ലേവർ ആവും എന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ എടുത്തിരിക്കുന്നത്. നമ്മൾ ഉപയോഗിക്കുന്ന കറുത്ത കടുകിന് ഈ യെല്ലോ മസ്റ്റാർഡിനേക്കാളും കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ടുള്ളൊരു ഫ്ലേവറാണ്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ക്വാണ്ടിറ്റി ഒരിക്കലും കൂടി പോകരുത്. 1/4 ടീസ്പൂണേ ചേർക്കാവുള്ളൂ. അതിൻ്റെ കൂടെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്താൽ മതി. പിന്നെ ഞാനൊരു സീസണിങ് ഉപയോഗിക്കുന്നുണ്ട്. ഇതിപ്പോൾ ഇറ്റാലിയൻ സീസണിങ്ങാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ശരിക്കും വേണ്ടത് ഒറിഗാനോ, ബാസിൽ, തൈം, ഈ 3 ഹെർബ്സിൻ്റെയും സീസണിങ്ങാണ് വേണ്ടത്. അത് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് വേണമെങ്കിൽ മേടിക്കാൻ കിട്ടും, അല്ലെങ്കിൽ അതെല്ലാം കൂടി ഒരുമിച്ച് ഇതുപോലെ ഇറ്റാലിയൻ സീസണിങ് എന്ന് പറഞ്ഞ് മേടിക്കാൻ കിട്ടും. എല്ലാ സൂപ്പർ മാർക്കറ്റുകളിലും ഈസി ആയിട്ട് കിട്ടുന്ന സാധനമാണ്. അപ്പോൾ ഒന്നുകിൽ നിങ്ങൾ 3ഉം സെപ്പറേറ്റ് ആയിട്ട് മേടിക്കാം, അല്ലെങ്കിൽ ഈ ഇറ്റാലിയൻ സീസണിങ് ഉപയോഗിക്കാം. ഏതായാലും പ്രശ്നമില്ല. പിന്നെ കുറച്ച് മൈദ വേണം. ഞാനൊരു 1/4 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് ഓട്സ് പൊടിച്ചതാണ്. ഇത് ഏകദേശം ഒരു കപ്പ് ഓട്സ് എടുത്തിട്ട് ചെറുതായിട്ടൊന്ന് പൊടിച്ചു വെക്കുക. ഒത്തിരി പൊടിക്കണ്ട, കുറച്ച് തരി ഉണ്ടാവണം, അങ്ങനെ പൊടിച്ചെടുക്കുക. ഇനി ഓട്സിന് പകരം കോൺഫ്ലേക്സ് എടുത്തു കഴിഞ്ഞാൽ അതാണ് ഏറ്റവും നല്ലത്. കാരണം കോൺഫ്ലേക്സ് ആകുമ്പോൾ കുറച്ചും കൂടി ക്രിസ്പി ആയിട്ടിരിക്കും. പക്ഷെ എൻ്റെ കയ്യിൽ ഇന്നിപ്പോൾ കോൺഫ്ലേക്സ് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈ ഓട്സ് എടുത്തത്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് വേണം, വറുക്കാൻ ആവശ്യത്തിന് എണ്ണയും വേണം. ഞാൻ ഈ യൂസ് ചെയ്യുന്ന റെസിപ്പി എന്ന് പറയുന്നത് നമ്മൾ ഇൻ്റർനെറ്റിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ KFCയുടെ ഒറിജിനൽ റെസിപ്പി കിടപ്പുണ്ട്. അത് തന്നെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. പക്ഷെ നമുക്ക് കിട്ടുന്ന സാധനങ്ങൾ വെച്ചിട്ട് കുറച്ച് ചെറിയ ചേഞ്ചസ് ഞാൻ വരുത്തിയിട്ടുണ്ട്. അതെന്ന് പറഞ്ഞാൽ, ഒന്ന്, ഈ ഇഞ്ചി വെളുത്തുള്ളി പൗഡറിന് പകരം ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എടുത്തു. പിന്നെ പാപ്രിക്ക പൗഡറിന് പകരം ഞാൻ കുറച്ച് മുളക് പൊടി എടുത്തു. പാപ്രിക്ക എന്ന് പറയുന്നത് ബെൽ പെപ്പർ പൗഡറാണ്, ഒട്ടും എരിവില്ലാത്ത പൗഡറാണ്. അതിന് പകരം ഞാനൊരു 1/4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി എടുത്തു. പിന്നെ ഞാൻ ആ റെസിപ്പിയിൽ നിന്ന് ഉപയോഗിക്കാത്ത ഒരു സാധനമേ ഉള്ളൂ, അത് വൈറ്റ് പെപ്പർ പൗഡറാണ്. നിങ്ങളുടെ കയ്യിൽ വൈറ്റ് പെപ്പർ പൗഡർ ഉണ്ടെങ്കിൽ അത് ഒരു 1/4 ടീസ്പൂൺ ഉപയോഗിക്കാം. പക്ഷെ എൻ്റെ കയ്യിൽ ഇത് ഇല്ലാത്തതുകൊണ്ട് ഞാനത് അവോയ്ഡ് ചെയ്തതാണ്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് വേണ്ടത്. പിന്നെ നമുക്കിത് തയ്യാറാക്കാം. ആദ്യം ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ ചിക്കനിലും ഒന്ന് കട്ട് ചെയ്ത് വെക്കാൻ പോവാണ്. ചിക്കൻ്റെ ഓരോ പീസിലും കുറച്ച് ഡീപ്പായിട്ടൊന്ന് കട്ട് ചെയ്ത് വെക്കാം. സാധാരണ ഇതങ്ങനെ ചെയ്യാറില്ല, പക്ഷേ നമുക്ക് കുറച്ച് സ്പൈസസ് ഒക്കെ ചിക്കൻ്റെ ഉള്ളിൽ പിടിച്ചിരിക്കുന്നതല്ലേ ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് എന്തായാലും ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് വെക്കാം. ഒത്തിരി ഡീപ്പായിട്ട് ചെയ്യണം എന്നില്ല, ഇതുപോലെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് വെച്ചാൽ മതി. ഇതുപോലെ എല്ലാ പീസിലും നമുക്ക് കട്ട് ചെയ്യാം. അപ്പോൾ ഞാനിതെല്ലാം കട്ട് ചെയ്ത് വെച്ചു. ഇനി ഞാനൊരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ഇതൊന്ന് തുടയ്ക്കുവാണ്. ഇതിൻ്റെ ഈർപ്പം പുറത്ത് നമ്മൾ കഴുകുമ്പോൾ കുറച്ച് വെള്ളം ഉണ്ടാവില്ലേ, അത് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ തുടയ്ക്കുന്നത്. നല്ല ക്ലീൻ ആയിട്ടുള്ളൊരു തുണി വെച്ചിട്ടോ അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പർ വെച്ചിട്ടോ തുടയ്ക്കുക. കാരണം ഈർപ്പം മാറ്റിയിട്ട് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തേക്കുന്ന ആ മാരിനേഷൻ ഉണ്ടല്ലോ, അത് കുറച്ചും കൂടി നന്നായിട്ട് ചിക്കനിൽ പിടിച്ചിരിക്കും, വെള്ളത്തിൻ്റെ ഈർപ്പം ഇല്ലെങ്കിൽ. അപ്പോൾ ഇത് നമ്മൾ നന്നായിട്ട് തുടച്ചെടുത്തു. ഇനി നമുക്ക് ഇതിനകത്തേക്ക് വേണ്ട മാരിനേഷനാണ് തയ്യാറാക്കേണ്ടത്. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വയ്ക്കാം.
അപ്പോൾ ആദ്യം നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന കടുകിൻ്റെ പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി മുളക് പൊടിയുടെയും കുരുമുളക് പൊടിയുടെയും കൂടെ ചേർക്കുക. അതിനകത്തേക്ക് ഞാനൊരല്പം ഇറ്റാലിയൻ സീസണിങ്ങും കൂടി ചേർക്കുവാണ്. ഞാനൊരു 1 ടീസ്പൂൺ ഇറ്റാലിയൻ സീസണിങ് ആണ് ചേർക്കാൻ പോകുന്നത്. നിങ്ങളിനി ഓർഗാനോയും ബേസിലും തൈമും ഒക്കെ സെപ്പറേറ്റ് ആയിട്ടാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ എല്ലാം ഒരു 1/4 ടീസ്പൂൺ ചേർത്താൽ മതി. ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. അപ്പോൾ ഞാനിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു. ഇതിന്ന് ഒരു 2 ടീസ്പൂൺ മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ള പൊടി നമുക്ക് ഈ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ കൂടെ ചേർക്കാം. ഇതാണ് നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. ബാക്കിയുള്ളത് മാറ്റി വയ്ക്കാം. ഇതിനകത്തേക്ക് ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കാം. ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് മാരിനേഷനിൽ ഉപ്പ് കുറച്ച് കൂടുതലായിട്ട് നിൽക്കണം. എന്നാൽ മാത്രമേ ചിക്കനിൽ ആവശ്യത്തിന് ഉപ്പ് പിടിക്കത്തുള്ളൂ. കാരണം നമ്മൾ ഒത്തിരി നേരം മാരിനേറ്റ് ചെയ്ത് വെക്കുന്നതല്ല, 1 മണിക്കൂറേ നമ്മൾ വെക്കുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ചിക്കൻ്റെ ഉള്ളിലോട്ട് ആവശ്യത്തിന് ഉപ്പ് പിടിക്കണം എന്നുണ്ടെങ്കിൽ മാരിനേഷനിൽ കുറച്ച് ഉപ്പ് കൂടുതലായിട്ട് നിൽക്കണം. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇത് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ കുറച്ച് ഡ്രൈ ആയിട്ട് തോന്നിക്കഴിഞ്ഞാൽ ഇതിനകത്തോട്ട് കുറച്ച് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഒത്തിരി എണ്ണ വേണ്ടി വരില്ല, ഒരു 1/2 ടീസ്പൂൺ മതിയാവും. ഞാനിവിടെ ഒലിവ് ഓയിലാണ് എടുത്തത്, പക്ഷെ അത് തന്നെ വേണമെന്ന് നിർബന്ധമില്ല. വെജിറ്റബിൾ ഓയിൽ ഉപയോഗിച്ചാലും മതി. ഒരു 1/2 ടീസ്പൂൺ എണ്ണയൊന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നല്ലൊരു പേസ്റ്റ് പോലെ ആവും. അപ്പം നമ്മുടെ മാരിനേഷൻ റെഡിയാണ്. ഇതിനെ നമുക്ക് ചിക്കനിലോട്ട് സ്പ്രെഡ് ചെയ്ത് വെക്കാം. ഇപ്പോൾ ചിക്കനിൽ നമ്മൾ മാരിനേഷൻ എല്ലാം സ്പ്രെഡ് ചെയ്ത് വെച്ചു. ഇതിനെ നമുക്കൊരു 1 മണിക്കൂർ മാറ്റി വെക്കണം. അപ്പോൾ ഇത് ഞാൻ ഒരു 1 മണിക്കൂർ മുമ്പ് മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കനാണ്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഇതിനെ ഒന്ന് പുഴുങ്ങിയെടുക്കാൻ പോവാണ്. അതായത് ആവിയിലൊന്ന് വേവിച്ച് എടുക്കാൻ പോവാണ്. ഞാനിത് ആവിയിൽ വേവിക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചിക്കൻ ഒരു 10 മിനിറ്റ് പുഴുങ്ങി കഴിയുമ്പോൾ അതൊരു പകുതി വേവാവും. അതിന് ശേഷം നമ്മൾ എണ്ണയിൽ ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് എണ്ണ ഉപയോഗിച്ചാൽ മതി. അതുപോലെ തന്നെ അധിക സമയം നമുക്ക് എണ്ണയിലിട്ടിത് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. നിങ്ങൾ പുഴുങ്ങിയെടുക്കണം എന്ന് നിർബന്ധമില്ല, നേരെ എണ്ണയിൽ ഫ്രൈ ചെയ്തെടുത്താലും മതി. അപ്പോൾ ഇത് പുഴുങ്ങിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനൊരു സ്റ്റീമർ അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്ത് നല്ലോണം ആവി വരുമ്പോൾ നമുക്ക് ചിക്കൻ്റെ പീസസ് വെച്ച് കൊടുക്കാം. ഇനി ഇത് ഞാൻ അടച്ചു വെച്ച് വേവിക്കാൻ പോവാണ്. എപ്പോഴും ഒരു മീഡിയം ഫ്ലെയിമിനും ഹൈ ഫ്ലെയിമിനും ഇടയിൽ വെക്കുക. ഒരു 10 മിനിറ്റ് വെച്ചാൽ മതി. അതിൽ കൂടുതൽ ഇത് വേവിക്കരുത്. ഒത്തിരി സമയം നമ്മൾ പുഴുങ്ങിക്കഴിഞ്ഞാൽ ആ ചിക്കൻ എല്ലിന്ന് വിട്ട് വരാൻ തുടങ്ങും. അതിന് മുമ്പ് നമ്മളിത് ഓഫ് ചെയ്യണം. അതായത് ചിക്കൻ ഒരു പകുതി വേവായാൽ മതി. ഞാനിത് അടച്ചു വെച്ചു. ഇനി നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ചിക്കൻ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കി. ആ ചിക്കനിൽ ഇങ്ങനെ ഒരു വെള്ള കളർ കണ്ടില്ലേ? ആ പിങ്ക് കളർ മാറിയിട്ട് ഒരു വെള്ള കളറാവും. അപ്പോൾ അതൊരു പകുതി വേവ് ആയിട്ടുണ്ടെന്നാണ്. ഒരു 10 മിനിറ്റാണ് ഞാൻ വെച്ചത്. അതിൽ കൂടുതൽ സമയം വേവിക്കരുത്. അപ്പോൾ ഇത് നമുക്കിനി സ്റ്റീമറിൽ നിന്ന് മാറ്റാം. ഞാൻ ചിക്കൻ മാറ്റി വെച്ചു. ഇനി നമ്മൾ ഇതിനകത്തോട്ട് മൈദ കോട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഒരു പ്ലേറ്റിലേക്ക് ഈ മൈദ ചേർക്കാം. അതിൻ്റെ കൂടെ നമ്മൾ നേരത്തെ മാറ്റി വെച്ച ഈ പൗഡർ ഉണ്ടല്ലോ, സ്പൈസ് പൗഡറാണത്, അത് ചേർക്കാം. മാരിനേറ്റ് ചെയ്തതിൻ്റെ ബാക്കിയാണ്. ഇനി ഇതിനകത്തേക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം. എന്നിട്ടിത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് നമുക്ക് ഈ ചിക്കൻ്റെ പുറത്ത് നന്നായിട്ട് കോട്ട് ചെയ്തെടുക്കാം. നമ്മൾ ചിക്കൻ പുഴുങ്ങുന്നില്ല എന്നുണ്ടെങ്കിൽ മാരിനേറ്റ് ചെയ്ത ചിക്കൻ നേരെ ഈ മൈദയിൽ കോട്ട് ചെയ്ത് എടുത്താൽ മതി. നല്ലോണം കോട്ട് ചെയ്യുക, എല്ലാ സ്ഥലത്തും നല്ലോണം കോട്ട് ചെയ്യുക. ഇതുപോലെ പെട്ടെന്ന് അത് ഒട്ടിപ്പിടിച്ചിരിക്കും. അപ്പോൾ ഇതുപോലെ നമുക്ക് എല്ലാ ചിക്കൻ്റെ പീസസും കോട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ മൈദ നന്നായിട്ട് കോട്ട് ചെയ്തെടുത്തു. ഇതിനെ നമുക്കൊരു 10 മിനിറ്റ് മാറ്റി വയ്ക്കാം. നമ്മൾ ഈ കോട്ട് ചെയ്ത മൈദ ചിക്കൻ്റെ പീസസിലോട്ട് നല്ലോണം ഒന്ന് പിടിച്ചിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കുറച്ച് നേരം മാറ്റി വെക്കുന്നത്. അപ്പോൾ നമ്മൾ 10 മിനിറ്റ് മാറ്റി വെച്ചു. ഇനി ഈ ചിക്കൻ നമുക്ക് മുട്ടയിലൊന്ന് മുക്കിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എടുത്തു വെച്ചിരിക്കുന്ന 2 മുട്ടയിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇനി ഈ ചിക്കൻ നമുക്ക് ഓരോ പീസും മുട്ടയിൽ മുക്കിയെടുക്കാം. നമ്മൾ നേരത്തെ ചിക്കൻ കുറച്ച് നേരം മാറ്റി വെച്ചില്ലേ, അതെന്തിനാന്ന് വെച്ചാൽ നമ്മൾ മൈദ സ്പ്രെഡ് ചെയ്ത ഉടനെ തന്നെ ഇതുപോലെ മുട്ടയിൽ മുക്കിയെടുത്തു കഴിഞ്ഞാൽ ആ മൈദ ഒലിച്ചു പോകും. അപ്പോൾ അതുകൊണ്ട് കുറച്ച് നേരം വെച്ച് കഴിയുമ്പോൾ ആ ചിക്കൻ്റെ പീസസിലോട്ട് മൈദ നല്ലോണം പിടിച്ചിരിക്കും. നമ്മളിങ്ങനെ മുട്ടയിൽ മുക്കിക്കഴിഞ്ഞാൽ അത് പോകത്തില്ല.
അപ്പോൾ എല്ലാ പീസസിലും നമുക്ക് ഇതുപോലെ മുട്ട മുക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ ചിക്കൻ്റെ പീസസ് എല്ലാം മുട്ടയിൽ മുക്കിയെടുത്തു. ഇനി ഞാൻ ഇതിനകത്തോട്ട് പൊടിച്ചു വെച്ചിരിക്കുന്ന ഓട്സ് കോട്ട് ചെയ്യാൻ പോവാണ്. ഓട്സ് അല്ലെങ്കിൽ കോൺഫ്ലേക്സ് എടുക്കുക. കൂടുതൽ ടേസ്റ്റും പിന്നെ ചിക്കൻ കൂടുതൽ ക്രിസ്പി ആയിട്ടിരിക്കുന്നതും കോൺഫ്ലേക്സ് ഉപയോഗിച്ചാലാണ് കേട്ടോ. പക്ഷേ എൻ്റെ കയ്യിൽ ഇന്നിപ്പോൾ കോൺഫ്ലേക്സ് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഓട്സ് എടുത്തത്. പിന്നെ ചിലർ ബ്രെഡ് ഉപയോഗിക്കാറുണ്ട്, ബ്രെഡ് പൊടിച്ചത്. പക്ഷെ ഞാനൊരു തവണ ബ്രെഡ് വെച്ച് ചെയ്ത് നോക്കിയപ്പോൾ അത് പെട്ടെന്ന് ബ്രൗൺ ആയിപ്പോയി. അതായത് പുറത്ത് പെട്ടെന്ന് അങ്ങ് ബ്രൗൺ ആവും, ചിക്കൻ്റെ ഉള്ളിൽ വേവത്തുമില്ല. അതുകൊണ്ട് ഓട്സ് ആണ് ബ്രെഡിനേക്കാളും നല്ലത്. അപ്പോൾ ഇതുപോലെ നമുക്ക് എല്ലാം കോട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ ഓട്സ് എല്ലാം കോട്ട് ചെയ്ത് വെച്ചു. ഇതിനെ ഒരു 10 മിനിറ്റ് മാറ്റി വെച്ചിട്ട് നമുക്ക് ഫ്രൈ ചെയ്യാം. നേരത്തെ മൈദയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെയാണ്, നമ്മളിത് കോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഫ്രൈ ചെയ്യരുത്. അങ്ങനെ ചെയ്താൽ ചിക്കനിൽ നിന്ന് ഈ ഓട്സ് വിട്ടുപോരും, ഇളകി വരും. അപ്പോൾ അതുകൊണ്ട് കുറച്ച് നേരം ഒന്ന് മാറ്റി വയ്ക്കുക, ആ ചിക്കനിലോട്ട് ഓട്സ് ഒന്ന് പിടിച്ചിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ചിക്കൻ ഞാൻ മാറ്റി വെച്ചിട്ട് 10 മിനിറ്റ് ആയി. ഇതിനി ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിക്കാൻ പോവാണ്. ഞാൻ വെജിറ്റബിൾ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. ഇത്ര എണ്ണ മതിയാവും, കാരണം നമ്മളൊന്ന് പുഴുങ്ങിയെടുത്ത ചിക്കൻ അല്ലേ, അപ്പം കുറച്ച് നേരം ഫ്രൈ ചെയ്താൽ മതി. അപ്പോൾ ഇതൊന്ന് മീഡിയം ചൂടായി വരുമ്പോൾ നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. അപ്പോൾ എണ്ണ ഇപ്പോൾ മീഡിയം ചൂടായിട്ടുണ്ട്. ഇതിനകത്തേക്ക് ഞാൻ ചിക്കൻ ഇടുവാണ്. എണ്ണയ്ക്ക് ഒരിക്കലും ചൂട് കൂടി പോകരുത്, അല്ലെങ്കിൽ പെട്ടെന്ന് പുറത്ത് കരിഞ്ഞു പോവും. കുറച്ചും കൂടി വേവാനില്ലേ ചിക്കൻ, നമ്മൾ പകുതിയെ വേവിച്ചിട്ടുള്ളൂ. ഞാനിപ്പോൾ ഇതിനകത്തോട്ട് ഒരു പീസ് ചിക്കനും കൂടി ചേർക്കുവാണ്. ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തിരിച്ചും മറിച്ചും ഇട്ട് വേവിക്കാം. ഇതിനകത്ത് ഇങ്ങനെ ഈ എണ്ണ പതഞ്ഞ് വരുന്നത് നമ്മൾ മുട്ട ചേർത്തിരിക്കുന്ന കാരണമാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ 2 സൈഡും തിരിച്ചും മറിച്ചും ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. കൂടുതൽ എണ്ണ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഡീപ്പ് ഫ്രൈ ചെയ്ത് വേണമെങ്കിൽ എടുക്കാം, അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. അപ്പോൾ ഇത് 2 സൈഡും നല്ല ബ്രൗൺ നിറം ആവണം എന്നില്ല, ഒരു ഗോൾഡൻ ബ്രൗൺ നിറം ആയാൽ മതി. ചിക്കൻ്റെ ഉള്ളിൽ നല്ലോണം വേവും വേണം. അപ്പോൾ അതുവരെ നമുക്കിത് ഫ്രൈ ചെയ്യാം. അപ്പോൾ ഞാൻ ചിക്കൻ എല്ലാം ഫ്രൈ ചെയ്ത് കഴിഞ്ഞു. ഇത് ടൊമാറ്റോ കെച്ചപ്പിൻ്റെ കൂടെ കഴിക്കാൻ വളരെ ടേസ്റ്റിയാണ്. എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു ഡിഷാണിത്. കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടും കേട്ടോ. പിന്നെ കാണുമ്പോൾ നമുക്ക് ഒരുപാട് പ്രോസസ്സ് ഉണ്ടാവും, ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്ന പോലെ തോന്നും അല്ലേ, പക്ഷെ എളുപ്പമാണ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതിനകത്ത് നമ്മൾ ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് ഒരു സാധനവും ചേർത്തിട്ടില്ല. നമ്മൾ സാധാരണ വീട്ടിൽ ഉപയോഗിക്കുന്ന സാധനങ്ങളും പിന്നെ കുറച്ച് ഇറ്റാലിയൻ സീസണിങ്ങും ഇത്രയാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പുറത്തുനിന്നൊക്കെ മേടിച്ച് കുട്ടികൾക്ക് കൊടുക്കുന്നേക്കാളും വളരെ നല്ലതാണ് ഇങ്ങനെ ചെയ്തെടുത്തു കഴിഞ്ഞാൽ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം, തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്, വീഡിയോ ഷെയർ ചെയ്യാനും പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്കിനി വേറൊരു നല്ല റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് അനൂസ് കിച്ചൺ.